കരിമ്പുഴ കുലിക്കിലിയാട് കൊല്ലങ്കോട് യൂണിറ്റ്, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF എന്നിവയുടെ ആഭിമുഖ്യത്തിൽ 4 നൂറ്റാണ്ടിലേറെ കാലമായി റമളാൻ 29 സംഘടിപ്പിക്കുന്ന ഇഫ്താർ സ്നേഹവിരുന്ന് പട്ടാണി ഉപ്പാപ്പയുടെ ചാരെ ബഹാറെ ബത്താനിയിൽ നടന്നു. പരിപാടിയുടെ ഭാഗമായി വനിതാ മതപഠന ക്ലാസ്, ആത്മീയ പ്രാർത്ഥനാ മജ്ലിസ്, ഇഫ്താർ സ്നേഹവിരുന്ന്, സമൂഹ നോമ്പുതുറ എന്നിവ സംഘടിപ്പിച്ചു. സയ്യിദ് ഇബ്രാഹിം ബുഖാരി തങ്ങൾ, CT യൂസഫ് മൗലവി, KE ഉസ്മാൻ സഖാഫി, കുന്നത്ത് മുഹമ്മദ് കുട്ടി, മുഹമ്മദ് ഫായിസ് റഷാദി, CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി K ജയദേവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P അശോകൻ, M മോഹനൻ മാസ്റ്റർ, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ഷൗക്കത്ത് ഹാജി തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. എന്നോർമ്മപ്പെടുത്താനാണ് 14 മണിക്കൂറോളം ഭക്ഷണം ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നതിന്റെ അർത്ഥം ഒരു കാലത്ത് എല്ലാം ഉണ്ടാകും. 11 വർഷക്കാലത്തോളം ബെഡ് കോഫി ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, ഡിന്നർ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങൾ നൽകുമ്പോഴും ഇടയ്ക്കൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാകും. ഇതിൽ നിന്നെല്ലാം മാറി നല്ല ഒരു ജീവിതം അല്ലാഹു തആല നമുക്ക് നൽകുന്നതിന് വേണ്ടി ചെറിയ പ്രയാസങ്ങൾ വരും. അതാണ് 14 മണിക്കൂറുകൾ നമ്മൾ ഭക്ഷണമില്ലാതെ മുന്നോട്ട് പോകുന്നു. എന്നിട്ടിനി പെരുന്നാൾ വരുന്ന സമയത്ത് അവിടെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്, പെരുന്നാൾ ദിവസത്തിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരേണ്ടത് വിശന്നുകൊണ്ട് വരാൻ പാടില്ല. നിങ്ങൾ 29 അല്ലെങ്കിൽ 30 ദിവസം ഭക്ഷണം ത്യജിച്ചുകൊണ്ട് വിശപ്പ് അനുഭവിച്ചു. പെരുന്നാളിന് വരേണ്ടത് വയറ് നിറച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വിശപ്പ് അനുഭവിച്ചുകൊണ്ടല്ല പെരുന്നാളിന് പള്ളിയിലേക്ക് വരേണ്ടത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നോമ്പ് നൽകുന്ന പാഠം ഇസ്ലാമിന്റെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള വലിയ ഒരു ലൈഫ് സ്റ്റൈൽ രൂപീകരണം കൂടിയാണ്. ദീനിനു വേണ്ടി പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, പട്ടിണി ഉണ്ടെങ്കിൽ, പരിതാപമുണ്ടെങ്കിൽ, കണ്ണുനീരുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ബദരീങ്ങളെ ഇന്ന് ലോകം വാഴ്ത്തുന്നത് പോലെ ദീനിനു വേണ്ടി പോരാടിയവരെ ഒരു കാലം എല്ലാ കാലത്തും ആ ജനതയെ വാഴ്ത്തിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ഓർക്കുന്നു, ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് അസനിയയുടെ 25-ാം രാവ് ഹയാത്താക്കുന്നതിനുണ്ട് അങ്ങോട്ടൊരു പോവുകയുണ്ടായി. ഹൈന്ദവ വിശ്വാസപ്രകാരം അവരുടെ ഒരു കാവിലൊരു പൂരം നടക്കുകയാണ്, ഗംഭീര പൂരം. ഈ സമയത്ത് പോലീസുകാരൻ എന്നെ കണ്ടപ്പോൾ വഴി തിരിച്ചു വിട്ടു. പക്ഷെ വീണ്ടും ഞാൻ ചെന്നെത്തിയത് ആ കാവിന്റെ പരിസരത്താണ്. മുമ്പിൽ ഒരുപാട് ആനക്കൂട്ടങ്ങൾ, ബാക്കിൽ കുതിരകളും, സെന്ററിൽ ഞാൻ അകപ്പെട്ടു. സമയം നോക്കിയപ്പോൾ 6 കാലമായിട്ടുണ്ട്. സമയം വൈകി അങ്ങനെ പോവാണ്. നമ്മുടെ നാടിന്റെ ഒരു മതസൗഹാർദ്ദം, അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1-2 മിനിറ്റ് ഞാൻ എങ്ങനെ അവിടെ നിന്ന് പോയപ്പോൾ ആടിപ്പാടി തിമിർത്ത് ആഘോഷിക്കുകയാണ്. ആ സന്തോഷം ഞാനിങ്ങനെ കാണും. ക്ലാസ്സൊക്കെ കയറ്റിയിരുന്ന് എന്ത് ചെയ്യും, നാരായണ ഉസ്താദ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട്. ഒരു തുള്ളി വെള്ളം വണ്ടിയിൽ. അതിനുശേഷം ഞാൻ വണ്ടിയിൽ എപ്പോഴും വെള്ളം കരുതാറുണ്ട്. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു ഹൈന്ദവ സുഹൃത്ത് ഓടി വരികയാണ്. ഒരു 10-28 വയസ്സേ ഉള്ളൂ ചെറുപ്പക്കാരൻ. ഓടി വന്നിട്ട്, അല്ല ഉസ്താദെ, നിങ്ങൾക്ക് നോമ്പില്ല. ആ മോനെ മനസ്സിലാക്കുകയാണ്, സമയം മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവന് പരിസരത്ത് പോലും വല്ലാത്തൊരു ബേജാറിൽ ഇങ്ങനെ പരതി നടക്കുകയാണ്. എന്ത് കിട്ടും ഈ മനുഷ്യന് കൊടുക്കാൻ, നോമ്പ് തുറക്കാൻ എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് ഓടിപ്പാഞ്ഞ് നടന്ന്. പണ്ട് എന്റെ ചിലർ 50 കൊല്ലം മുമ്പ് കോല ഐസ്ക്രീം തിന്നിരുന്നു. അവരൊരു കോല ഐസ്ക്രീം പിടിച്ച് ഓടി വരികയാണ്. ഇസ്മായിൽ ഉസ്താദ് കോല ഐസ്ക്രീം പിടിച്ച് ഓടി വന്നിട്ട് ഒന്നും കിട്ടുന്നില്ല. കടകളൊക്കെ കുറച്ച് അപ്പുറത്താണ്. ഒരു സാധനം ഇതൊരു വണ്ടിക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമിക്കണം, ഇത് സ്വീകരിക്കണം എന്ന് പറയേണ്ടത്. ആ നോമ്പ് തുറന്നത് എന്റെ ജീവിതത്തിൽ 58 വർഷക്കാലം ഞാൻ അനുഭവിച്ച ആ ഒരു നോമ്പ് തുറയുടെ ഒരു സന്തോഷം, അതൊരു നല്ല സന്തോഷം. 1 മണിക്കൂർ വീണ്ടും ഞാൻ അവിടെ കഴിഞ്ഞു. കാരണം പോലീസുകാർ ഒരു നിവൃത്തിയില്ല, കംപ്ലീറ്റ് ബ്ലോക്കാണ്. എന്നിരുന്നാലും അങ്ങനെ ഒരു നോമ്പ് തുറ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ നാടിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തൂല. ഈ സൗഹൃദം, ഈ സൗഹാർദ്ദം, മനുഷ്യർക്കൊപ്പമാണ് പ്രസ്ഥാനം. ഈ പ്രസ്താവന വിഭാവനം ചെയ്യുന്നത് തന്നെ
മനുഷ്യരെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ കൂടെ നിൽക്കണമെന്നല്ല. അപ്പുറത്ത് കിടക്കുന്ന മനുഷ്യന്റെ പ്രയാസത്തിൽ നമ്മൾ ഇടപെടണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അള്ളാഹു തന്ന നമുക്ക് തന്ന വിഹിതത്തിൽ നിന്നും ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. അതിനുവേണ്ടിയാകണം നമ്മൾ ഈ സമൂഹ നോമ്പുതുറയിൽ ഉള്ള നമ്മുടെ മെസ്സേജ് അതിനു വേണ്ടിയായിരിക്കണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ഒപ്പവും നിങ്ങളുടെ മുൻപിലും നിങ്ങളുടെ പിന്നിലും കൂടെയും ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുകൂടി ഈ സന്ദർഭത്തിൽ നൽകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മനുഷ്യരെ ഒന്നായി കാണാനും ഒന്നിച്ചു നിൽക്കാനും പറ്റാവുന്ന തരത്തിൽ നിങ്ങൾ സംഘടിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ പിന്തുണയും സഹകരണവും എല്ലാം ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകളും. നമ്മുടെ എല്ലാവരുടെയും ആഘോഷങ്ങൾ എല്ലാവർക്കും പങ്കെടുക്കാൻ പാകത്തിൽ ഒരു അതിർവരമ്പുകളും ഇല്ലാതെ നമുക്ക് തുടർന്നും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. അതിനെല്ലാവർക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും പിന്തുണയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള നോമ്പുതുറയായാലും മറ്റ് എല്ലാവരും ചേരുന്ന പരിപാടികളായാലും അങ്ങനെ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് സൂചിപ്പിക്കുകയാണ്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു.